Gossiping is a dirty business, So welcome back to Mind Glow Up series. ഇന്നത്തെ ടോപ്പിക്കാണ് പ്രൊട്ടക്റ്റ് യുവർ എനർജി. നോ പറയേണ്ടടുത്ത് നോ പറയുക. സേ നോ ടു നെഗറ്റിവിറ്റി, ഗോസിപ്പിംഗ് ആൻഡ് ഡ്രെയിനിങ് ഹാബിറ്റ്സ്. ഇതിൽ ഇന്ന് കൂടുതലായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ഗോസിപ്പിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. കാരണം അറിഞ്ഞോ അറിയാതെയൊക്കെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ചെയ്യുന്നൊരു കാര്യമാണിത്. ഞാനും നിങ്ങളും ചെയ്യാറുണ്ടെന്നർത്ഥം. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണാറുണ്ട് പൊതുവെ സ്ത്രീകളാണ് പരദൂഷണം പറയുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല. ജെൻഡർ വ്യത്യാസമില്ലാതെ സ്ത്രീകളും പുരുഷന്മാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ആയിട്ട് ഐ എം കോൺഷ്യസ്ലി ട്രൈയിങ് ടു ചേഞ്ച് ദ പാറ്റേൺസ്. ദ തിങ് ഈസ് എന്താണെന്ന് വെച്ചാൽ പീപ്പിൾ ഡൂയിങ് ദിസ് വിത്തൗട്ട് ഈവൻ റിയലൈസിങ് ഇറ്റ് ഈസ് ഗോസിപ്പിംഗ്. അതായത് പരദൂഷണം പറയുകയെന്ന് പോലും അറിയാതെയാണ് പലരും ഇത് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ PhD എടുത്ത പോലത്തെ ആൾക്കാരുണ്ട് കേട്ടോ. അതായത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവർ. ഇക്കൂട്ടർക്ക് ഒന്നും പറയാൻ കിട്ടിയില്ലെങ്കിൽ ദേ ക്രിയേറ്റ് ദിയർ ഓൺ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ്. ആൻഡ് ഈ ഗോസിപ്പിംഗ് കൊണ്ട് മറ്റുള്ളവർക്ക് മാത്രമല്ല ദോഷം, ഇത് നമ്മുടെ ബ്രെയിനെയും മോശമായിട്ട് ബാധിക്കുന്നുണ്ടെന്നേ. ആൻഡ് ബൗണ്ടറി അല്ലെങ്കിൽ പേഴ്സണൽ സ്പേസിൻ്റെ പ്രാധാന്യത്തിന് അധികം പ്രസക്തിയില്ലാത്ത ഒരു ജീവിത രീതിയാണ് പൊതുവേ നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ അൺലേണിങ് ചെയ്യേണ്ടവയുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ഈവൻ ഗോസിപ്പിംഗ് ഇല്ലെങ്കിൽ ചില ബന്ധങ്ങൾ പോലും നിലനിൽക്കില്ല. അതാണ് അവസ്ഥ. ജസ്റ്റ് ലേൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ്. വി ക്യാൻ ഷെയർ സമ്മൺ സക്സസ്, കൈൻഡ്നെസ്, അച്ചീവ്മെൻറ്റ്സ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ ഷെയർ ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്യാം, അല്ലേ? അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാം. ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. ഇൻറ്റൻഷനലി സ്റ്റോപ്പ് ബാഡ് ഗോസിപ്പിംഗ്. അതായത് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക, ഒരാളുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ തന്നെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യും, എനർജി ഡ്രെയിൻ ചെയ്യും. നന്മയുള്ള ലോകമേ പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? ലോൾ. നിങ്ങൾ 24/7 നല്ലവനായ അല്ലെങ്കിൽ നല്ലവളായ ഉണ്ണിയാകാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ജസ്റ്റ് കോൺഷ്യസ് ആയിരിക്കുക. നിങ്ങൾക്കും മറ്റുള്ളവർക്കും ദോഷമാണെന്ന് തോന്നിയാൽ ജസ്റ്റ് അവോയ്ഡ് ഇറ്റ്. ആ ഒരു ടോപ്പിക് അവോയ്ഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഭൂരിഭാഗം ആത്മഹത്യകളും ഒരു തരത്തിൽ പറഞ്ഞ കൊലപാതകങ്ങളാണ്. കുറ്റം പറഞ്ഞും കുറ്റപ്പെടുത്തിയും നടത്തിയവ. ഗോസിപ്പിംഗ് ഈസ് എ ഡർട്ടി ബിസിനസ്. ചീപ്പ് ടു സ്റ്റാർട്ട്, കോസ്റ്റ്ലി ടു ദ സോൾ. ഇറ്റ് സ്ട്രെയിൻസ് ട്രസ്റ്റ്, പോയ്സൺസ് പീസ് ആൻഡ് നെവർ ട്രൂലി പ്രോഫിറ്റ് എനിവൺ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.